അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് മുസ്ലിം ലോകം പരിശുദ്ധ റമളാൻ മാസം മുഴുക്കെ വ്രതമനുഷ്ഠിക്കുകയും പരിശുദ്ധ ഖുർആൻ പാരായണം നടത്തുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, തറാവീഹ് നിസ്കരിക്കുക തുടങ്ങിയ പുണ്യകർമ്മങ്ങളെ കൊണ്ട് ആത്മീയ ചൈതന്യം കൈവരിക്കുകയും മുസ്ലിം സമുദായത്തിന് അള്ളാഹു നിശ്ചയിച്ച ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമാണ് ഈദുൽ ഫിത്ർ. കേരളത്തിൽ ആചരിച്ച് വ്യക്തമായി ആളുകൾ സാക്ഷ്യം വഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സംയുക്തമായ തൃക്കാലി എന്ന നിലയ്ക്ക് ഞാനും കോഴിക്കോട് നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് കോളിമാർ മറ്റെല്ലാവരും പെരുന്നാളായി പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്ന് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളും നാളെ പെരുന്നാളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കർണാടകയിലും പെരുന്നാളായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സൂചന നിശ്ചയിച്ചിട്ടുള്ളത് അനിസ്ലാമികമായ ആഹ്ലാദത്തിന് വേണ്ടിയല്ല, മറിച്ച് ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ കൊണ്ടുള്ള ആഹ്ലാദവും സന്തോഷവും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ഇന്ന് ലോകത്ത് എവിടെ നോക്കിയാലും ഭരണാധികാരികളും വർണ്ണീയരും തമ്മിലും ജനങ്ങൾ തമ്മിലും ഏറ്റുമുട്ടലും ഭാവങ്ങളും കുഴപ്പങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കുറവുണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് ഇപ്പോഴും അങ്ങനെ തന്നെ. എങ്കിലും അസാം പ്രശ്നം ഇന്ത്യ രാജ്യത്തിന് ചെറിയൊരു മങ്ങലേൽപ്പിച്ചു എന്നതിൽ സംശയമില്ല. അതിനാൽ അത്തരം സംഭവങ്ങൾ എവിടെയും ഉണ്ടാവാതിരിക്കാൻ മത സൗഹാർദ്ദവും മതമൈത്രിയും ഇസ്ലാം നിർദ്ദേശിക്കുന്നതനുസരിച്ച് നിലനിർത്താനും എല്ലാ ആളുകളും ഈ പെരുന്നാൾ സമയത്ത് പ്രത്യേകിച്ചും പ്രതിജ്ഞ എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾ ധാരാളം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നവരും ഓരോ അനക്കവും ഇവിടുത്തെ പണ്ഡിതരുടെ മാത്രം നോക്കി മാതൃകയാക്കി സ്വീകരിക്കുന്നവരുമാണ്. അതുകൊണ്ട് എല്ലാ പ്രവാസികൾക്കും പ്രത്യേകിച്ചും പൊതുജനങ്ങൾക്ക് പൊതുവായും സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള സുന്നി യുവജന സംഘം, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങി എല്ലാ സംഘടനകളുടെയും മറ്റ് സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും എല്ലാവിധ ആശംസകളും ഈ സമയത്ത് അറിയിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാനും അതിനോട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം